ഹലോ. ക്രിസ്മസ് പാർട്ടിക്ക് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ചിക്കൻ കറീന്റെയും ഇടിയപ്പത്തിന്റെ റെസിപ്പിയാണിത് കേട്ടോ. ഈ ചിക്കൻ കറിക്ക് നമ്മളൊരു ഹോൾ ചിക്കനാണ് എടുത്തേക്കുന്നത്. നമ്മളിത് പീസൊന്നും ആക്കുന്നില്ല, ഹോൾ ചിക്കൻ അങ്ങനെ തന്നെ യൂസ് ചെയ്തിട്ടാണ് ഈ കറി ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ ഒരു ഒറ്റ പാത്രം മതി ഈ ചിക്കൻ ഉണ്ടാക്കാൻ. വൺ പോട്ട് റെസിപ്പി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരൊറ്റ പാത്രം മതി ഈ റെസിപ്പി ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് ആദ്യം ഇടിയപ്പം ഉണ്ടാക്കാം. നമ്മളിവിടെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ടിപ്പാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 2 കപ്സ് മെഷറിംഗ് കപ്പിൽ 2 കപ്സ് ഇടിയപ്പത്തിൻ്റെ പൊടി നമ്മളൊരു ബോളിലേക്ക് എടുക്കുക. ടിപ്പെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വൺ ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർക്കുക. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് ടു മേക്ക് ദ ഇടിയപ്പം സോഫ്റ്റ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് സോൾട്ട് കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അപ്പോൾ വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഓരോ ഇടിയപ്പപ്പൊടിക്കും ഓരോ അളവാണ്, അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഈ വെള്ളം നമ്മൾ കുറേശ്ശെ ഈ ഇടിയപ്പത്തിൻ്റെ പൊടിയിലേക്ക് ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് നമുക്കൊരു നല്ലൊരു കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടണം. അതായത് ഇടിയപ്പത്തിൻ്റെ പൊടി ഇങ്ങനെ കൂടി വരുന്ന ഒരു പരുവുണ്ട്, ആ പരുവത്തിൽ ഇതെത്തണം. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു സ്പാച്ചുല കൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഒരു ഡോ ആയിട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അത് ആണ് കറക്റ്റ് പരുവം കേട്ടോ. ഇനി ഇടിയപ്പത്തിൻ്റെ മാവ് ഒന്ന് അടച്ചിട്ട് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കൈ കൊണ്ട് തൊടാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ ഈ സേവനാഴിയില്ലേ അതിനകത്ത് മാവ് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ സേവനാഴിക്കകത്ത് ഞാൻ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇടിയപ്പം ഉണ്ടാക്കുന്ന തട്ടിലും കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറേശ്ശെ ഓരോ സ്പൂൺ വെച്ചിട്ട് ഇടിയപ്പത്തിൻ്റെ മാവെടുത്ത് സേവനാഴിയിലേക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ സാധനത്തിന് സേവനാഴി എന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇടിയപ്പത്തിൻ്റെ അച്ഛനൊക്കെ പറയും. അപ്പോൾ എൻ്റെ സേവനാഴി അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു, പക്ഷേ ഐ ഡിഡ് ഇറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്ക് നമ്മൾ ടേസ്റ്റിനായിട്ട് കുറച്ച് കോക്കനട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ചില ആൾക്കാർ ഇടിയപ്പത്തിൻ്റെ മേളിൽ വേണേലും കോക്കനട്ട് ഇട്ട് കൊടുക്കാം, രണ്ടായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇടിയപ്പം നമ്മൾ കുറേശ്ശെ ഈ ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്ക് ഇങ്ങനെ എന്താ പറയുക പിഴിഞ്ഞെടുക്കുകയാണ്, സ്ക്വീസ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ ഓക്കെ എല്ലാ തട്ടിലേക്കും ഞാൻ ഇടിയപ്പം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ തട്ടെല്ലാം കൂടി ഞാനൊരു കുക്കറിലേക്ക് വെച്ചിട്ട് സ്റ്റൗ ടോപ്പിൽ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇടിയപ്പം അവിടെ ഇരുന്ന് കുക്ക് ചെയ്യട്ടെ. റെഡി ആകുമ്പോൾ ഞാൻ തുറന്ന് കാണിക്കാം. അപ്പോൾ കുക്കറിൽ ഞാൻ വിസിലെടുത്തില്ല, ആവി വന്ന ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇതാ ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്, നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പം മിക്കവാറും എനിക്കൊരു 10 മിനിറ്റ്സാണ് കുക്കിങ്ങിന് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇടിയപ്പം എല്ലാം ഒന്ന് തണുത്ത ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം റെഡിയായി. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ മാഗി മസാല അതുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ ബെൽ പെപ്പർ ക്യാപ്സിക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാനിപ്പോൾ സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്തു. എന്നിട്ട് പിന്നെ ജിഞ്ചർ ഗാർലിക്കൊക്കെ ഞാൻ നേരത്തെ തന്നെ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കാഷ്യൂസ്, മിൻറ്റ്, കൊറിയാണ്ടർ ലീവ്സ്, കറി ലീവ്സ്, ഗ്രീൻ ചില്ലി. പിന്നെ ഞാനിവിടെ ഫ്രഷ് ചിക്കൻ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു ഹോൾ ഗ്രിൽഡ് ചിക്കനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രിൽ ചിക്കൻ വാങ്ങിച്ചതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ വന്നത്. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ചിക്കൻ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യണം. ഒരു 20 to 25 കാഷ്യൂസ് കുറച്ച് മിൽക്കിൽ സോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് ടൊമാറ്റോസ്, ചോപ്പ് ചെയ്ത ടൊമാറ്റോസ് ഒന്ന് പ്യൂരി ചെയ്തെടുക്കാം. ഒന്ന് അരച്ച് ഒരു ബ്ലെൻഡറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഒരു 3 to 4 ടൊമാറ്റോസ് നല്ലതാണ് കേട്ടോ. 3 to 4 ടൊമാറ്റോസ് ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതേ ബ്ലെൻഡറിലേക്ക് തന്നെ പീൽഡ് ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക്ക് ഞാൻ കുറച്ച് എടുത്തിടാണ്. അപ്പോൾ ഈ ജിഞ്ചറും ഗാർലിക്കും നല്ലോണം വലിയ 2 പീസ് ഓഫ് ജിഞ്ചറും അതുപോലെ തന്നെ ഒരു 10-20 വെളുത്തുള്ളി ഗാർലിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഹാൻഡ് ഫുൾ ഓഫ് മിൻറ്റ് ലീവ്സ്,
2 ഹാൻഡ്ഫുൾ ഓഫ് കൊറിയാണ്ടർ ലീവ്സ്, അതായത് മല്ലിയിലയും പുതിനയിലയും. അത് ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതും ഒന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് 3 ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽ പെപ്പറാണ്. അപ്പോൾ 3 കളർ ഉണ്ടെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. അത് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഓണിയൻ, ഒരു വലിയ ഓണിയനും ഇത് 2-3 ഗ്രീൻ ചില്ലീസും മതിയാവും. അപ്പോൾ അത് രണ്ടും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ പ്രിപ്പയർ ചെയ്യണം. എൻ്റെ കയ്യിലുള്ളത് ഗ്രിൽ ചിക്കൻ ആയി പോയി, അത് ഇഗ്നോർ ചെയ്തേക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഫ്രഷ് ചിക്കൻ എടുത്തിട്ട് നല്ലോണം ഒന്ന് കത്തി വെച്ച് വരഞ്ഞു കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ച് നിറയെ കുത്തുകൾ ഇട്ട് കൊടുക്കുക. അതായത് അപ്പോൾ ആ മസാലയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ചിക്കൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല അടി കട്ടിയുള്ളൊരു പാത്രം എടുക്കണം. കടായിയോ അല്ലെങ്കിൽ പ്രഷർ കുക്കർ ആയാലും സ്റ്റീലിൻ്റെ പ്രഷർ കുക്കർ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടി കട്ടി ഉണ്ടായിരിക്കണം, അതായത് അടി പിടിക്കാൻ പാടില്ല. ഇതിലേക്ക് നമ്മൾ പച്ചമുളകും ഒണിയനും കൂടി അരിഞ്ഞത്, ക്യാപ്സിക്കം അരിഞ്ഞത്, പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് മിൻറ്റ് ആ പേസ്റ്റ് എല്ലാം കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് അല്ലെങ്കിൽ ടൊമാറ്റോ പ്യൂരി ആക്കി വെച്ചിരിക്കുന്നത് ചേർക്കാം. അങ്ങനെ അത് നമ്മൾ ചേർത്തു. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മാഗി മാജിക് മസാലേൻ്റെ ഒരു 2 പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഈ 2 പാക്കറ്റും നമ്മൾ പൊട്ടിച്ച് ചേർത്തു. പിന്നെ ഇതിലേക്ക് ബാക്കി മസാലകൾ, അതായത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂൺ ചില്ലി പൗഡർ അതായത് മുളക് പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 2 സ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ബൗൾ ഫുൾ ഓഫ് കറി ലീവ്സ്, അതായത് നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിത് കൈയും കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം നടുക്ക് നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചിക്കൻ അതിനകത്തേക്ക് ഇടുക. എന്നിട്ട് ഈ മസാല ചിക്കനിലേക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കണം. മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ച ശേഷം ഈ ചിക്കൻ്റെ കാലൊരു നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കണം. ഇല്ലെങ്കിൽ അത് വെന്ത് വരുമ്പോൾ അത് കട്ടായി പോകും, തന്നെത്താനെ ഇങ്ങനെ പൊട്ടിപ്പൊളർന്ന് പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കെട്ടിക്കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആയാലും മതി, വെജിറ്റബിൾ ഓയിൽ, എനി ഓയിൽ യു ക്യാൻ യൂസ്. അപ്പോൾ അതും നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് ചിക്കൻ നല്ലോണം മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ഹോൾ ചിക്കൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് നല്ലോണം മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1 ഡേ എങ്കിലും ഇത് വെക്കണം. ഇത് ഫ്രിഡ്ജിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അല്ല, നമുക്ക് ക്യുക്കായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 hours എങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാലേ ചിക്കൻ നല്ലോണം ഈ മസാലകളൊക്കെ അബ്സോർബ് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. ഇനി ഈ ചിക്കൻ നമുക്ക് സ്റ്റൗ ടോപ്പിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിക്കൻ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചിക്കൻ്റെ എല്ലാ പാർട്ടും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ചിക്കൻ നല്ലോണം വെന്ത ശേഷം എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ മിൽക്കിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് പേസ്റ്റ് ആക്കി എടുക്കുക. മിക്സിയിൽ നല്ലോണം അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് അത് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അഗെയിൻ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ കൂടെ പാത്രം തുറന്നിട്ട് ഈ മസാല ചിക്കൻ്റെ മുകളിലേക്ക് എല്ലാ സൈഡിലേക്കും എത്തത്തക്ക രീതിയിൽ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. ഈ കാഷ്യൂ പേസ്റ്റ് ഒഴിച്ച ശേഷം അറ്റ്ലീസ്റ്റ് ഒരു 30 minutes ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണം. ഇതായിപ്പം നമ്മുടെ ചിക്കൻ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല അരോമ ഒക്കെ വരുന്നുണ്ട്, നല്ല മണമാണ് ഇതിന്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് എരിവ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വേണേലും കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതായിപ്പം നമ്മുടെ ചിക്കന് ഇടിയപ്പം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതെനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര മോട്ടിവേഷനാണ് കൂടുതൽ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇത് എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ടെസ്റ്റ് നോക്കുകയാണ്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ക്രിസ്മസ് പാർട്ടിക്കോ ബർത്ത്ഡേ പാർട്ടിക്കോ ഒക്കെ ഗെറ്റ് ടുഗദറിനോ ഒക്കെ പറ്റിയ റെസിപ്പിയാണിത് കേട്ടോ. കാണാൻ തന്നെ നല്ല ലുക്കാണ്. ഇത് അപ്പം, ഇടിയപ്പം, ബിരിയാണി എന്തിൻ്റെ കൂടെ വേണേലും, നെയ്ച്ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.